ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും കേരളത്തിൽ പല സ്ഥലത്തും വെള്ളത്തിൽ വീടുകളിൽ 10,000-കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്നാൽ ഒരു ലൈഫ് ജാക്കറ്റ് പോലും കിട്ടാതെയും അതുപോലെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആർക്കും എത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ട്. ഇന്നലെ തന്നെ വെള്ളത്തിൽ പോയവരും പല റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ലൈഫ് ജാക്കറ്റ് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള പഴയ കുപ്പികളോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുപ്പികൾക്കെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു ലൈഫ് ജാക്കറ്റ് നമുക്ക് തന്നെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഷെയർ ചെയ്യണം. നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഈ ഷെയർ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടി ആരെങ്കിലും ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്പെഷ്യലായിട്ട് ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് അറിയിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള കാലി ഇതേപോലെയുള്ള ബോട്ടിലുകൾ ശേഖരിക്കുക. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ടൈപ്പ് തന്നെ ആവണമെന്നില്ല, ഏത് സൈസായാലും മതി. ഈ ഒരു ടൈപ്പ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഏകദേശം ഒരു വലിയ ആളുകളാണെങ്കിൽ ഈ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിൽ ഒരു 8 ബോട്ടിൽ മതിയാവും. ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 3 ഒരു 6 ബോട്ടിൽ മതിയാവും. ഇത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഇതേപോലെയുള്ള ഒരു ബനിയൻ ടീഷർട്ടോ അല്ലെങ്കിൽ ഉള്ളിലിടുന്ന ബനിയൻ ഇന്നറോ എന്തെങ്കിലും മതിയാവും. കാരണം ബനിയനാണെങ്കിൽ ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. ഇത് തീരെ കയറോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും കയ്യിലില്ലാത്ത ആളുകൾക്കുള്ളതാണ്. കയറുള്ളവരാണെങ്കിൽ ഇത് കൂട്ടിക്കെട്ടി ചുറ്റുഭാഗം കെട്ടിയാൽ മതി. കയറില്ലാത്ത ആളുകളാണെങ്കിൽ ഇതേപോലെ ഒരു ബനിയൻ ടീഷർട്ട് ഉണ്ടെങ്കിൽ അത് ധരിക്കുക. എന്നതിന് ശേഷം ആദ്യം തന്നെ ഞാൻ 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഈ ഒരു നെഞ്ഞിന് കറക്റ്റായിട്ട് ഈ ഒരു സൈഡിൽ ഇവിടെ അടപ്പിട്ട് നന്നായി ടൈറ്റ് ചെയ്തിടുക. അതുപോലെ രണ്ടാമത്തതും മാക്സിമം കൊള്ളിക്കുക. ഒരു 4 എണ്ണം ആയിരിക്കും ഏകദേശം മതിയാവും. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഈ ഒരു ഭാഗം കയറില്ലാത്ത ആളുകൾക്കാണ്. കയറുണ്ടെങ്കിൽ കയർ വെച്ച് കെട്ടിയാൽ മതി. ഇനി നിങ്ങൾ ഒറ്റക്കാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ഷർട്ട് ഊരി തിരിച്ചിടുക. അപ്പോൾ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ ബാക്കിലും ഇതേപോലെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ തയ്ച്ച് സ്വയമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇതേപോലെ സെറ്റ് ചെയ്ത് നോക്കും. കൈനോടത്തോളം മാക്സിമം മുകളിലോട്ട് ആക്കുക. എന്നതിന് ശേഷം അടപ്പ് ഇതേപോലെ ഫിറ്റ് ചെയ്യുക. 5 എണ്ണം കൊള്ളുകയാണെങ്കിൽ 5 എണ്ണം മാക്സിമം എത്രത്തോളം കൊള്ളുമോ അത്രയും ചെയ്യുക. 2 ലിറ്ററിൻ്റെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഫുൾ എയർ ടൈറ്റ് ആയിരിക്കണം. ബോട്ടിൽ ആദ്യം തന്നെ ചെക്ക് ചെയ്യുക, ഇതിന് ഹോളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം വെള്ളത്തിലോട്ട് ഹോളുള്ള ബോട്ടിലാണെങ്കിൽ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അതിൽ വെള്ളം കയറി അത് അതിലും വലിയൊരു പ്രശ്നമായി തീരും. ഇങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ ഈ ഒരു ഭാഗവും ഇപ്പോൾ ഫുള്ളായി. ഇനി 5ാമത്തെ ഒരു കുപ്പി കുറച്ച് വീതിയുള്ള ആളുകളാണെങ്കിൽ 5ാമത്തെ ബോട്ടിലും വെക്കാം. നമ്മുടെ വെയിറ്റിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ നിൽക്കത്തില്ല. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നന്നായിട്ട് കെട്ടണം. അതിനായിട്ട് കയറുണ്ടെങ്കിൽ കയർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തുണി ഏതെങ്കിലും കട്ട് ചെയ്യുക. എന്നതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്വയം തന്നെ കെട്ടാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെ കെട്ടി വെക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒരു ലൈഫ് ജാക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ ലൈഫ് ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് താൽക്കാലികം നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. ഈ ഒരു അറിവ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ അവിടെ നിന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, അപകടങ്ങൾ കുറയട്ടെ എന്നും പ്രത്യേകം പ്രാർത്ഥിക്കുക.